ഒതുക്കി നിർത്തിയ നിന്നെയല്ല മോനെ, എന്റെ മകനെയാ. വരൂ അമ്മായി. എവിടെയാ വരേണ്ടത് ലക്ഷ്മി? നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കോ ഇല്ലയോ എന്ന് വിചാരിച്ചാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന കസ്റ്റമേഴ്സിനെ പോലെ ഇരിക്കാമെന്നും കുറച്ചു നേരം സംസാരിക്കാമെന്നും കരുതി. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും സംസാരിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഞങ്ങളുടെ എല്ലാ മര്യാദയും പോയെന്നാ പറയുന്നത്. എന്താ പറ്റിയത്? നിങ്ങളുടെ ഭർത്താവ് ചെയ്ത പ്രവൃത്തി കൊണ്ട് എന്റെ മകന്റെ കല്യാണമല്ലേ നിന്ന് പോയത്. ലക്ഷ്മി. ശശികുമാർ സർ, വേഗം ഒന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വരാമോ? എന്തു പറ്റി? സാറിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. അവര് വഴക്കുണ്ടാക്കുന്നത് പോലെ തോന്നുന്നത്. എന്റെ അച്ഛനും അമ്മയോ? ഏട്ടനോട് വഴക്ക് കൂടുമെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനെന്നാ പറഞ്ഞേ. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ദയവ് ഇതൊന്ന് പെട്ടെന്ന് വരൂ. ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താ ഇനി അങ്ങനെ നോക്കുന്നത്? നിങ്ങളുടെ അനിയത്തി ലക്ഷ്മിയെ എന്റെ മകന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മുഹൂർത്തം വരെ നോക്കിയില്ലേ? ഇപ്പൊ എന്തായി? എന്റെ ദേവേട്ടൻ ശ്രീദേവിയുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ടാ എല്ലാം തലകീഴായി സംഭവിക്കുന്നത്. എന്ത് തലകീഴായി സംഭവിച്ചോ എന്തോ, ഞങ്ങളെല്ലാവരും തല കുറിച്ച് നടക്കുന്ന പോലെ ആക്കി തന്നില്ലേ? അയ്യോ, നിങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കല്ല. കല്യാണം കുറച്ച് താമസിക്കുന്നല്ലേ ഉള്ളൂ, അല്ലാതെ നിന്ന് പോയിട്ടില്ലല്ലോ. നീ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് മോനെ. ലക്ഷ്മിയെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളായി എപ്പോ അയക്കാന്നാ വിചാരിക്കുന്നത്? കുറച്ച് സമയമെടുക്കും. 1 വർഷമാണോ, 2 വർഷമാണോ, അതോ 3 വർഷമാണോ? അതുവരെയും നിങ്ങളുടെ മകൻ വെയിറ്റ് ചെയ്യോ? കണ്ടില്ലേ മോളെ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. കല്യാണത്തിന് കുറച്ച് സമയം വേണമെന്നും പറയുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വേറെ എന്താ ചേട്ടാ, ആ പോലീസുകാരൻ ഇയാളുടെ അനിയത്തിയെ കല്യാണം കഴിച്ചതും വഴക്കുണ്ടാക്കാൻ ഇവർക്ക് സമയമുള്ളൂ. നമ്മളെപ്പറ്റി ആലോചിക്കണമെന്ന് വല്ല ചിന്ത ഉണ്ടായാലല്ലേ? ഞാൻ ആരെ പറ്റി ആലോചിക്കാതിരുന്നില്ല. സത്യം പറയുവാണെങ്കിൽ ശ്രീദേവിയെ മനസ്സിൽ നിന്ന് മറന്നിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ അനിയത്തിയെ നിങ്ങൾ മറന്നു, ഞങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ മറന്നോന്ന് അറിയണമല്ലോ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഗൗതം ചേട്ടൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. സംസാരം മാത്രമേ ഉള്ളൂ, അതെങ്ങനെ വേണേ സംസാരിക്കാം. വീട്ടിലെ ആദ്യത്തെ കല്യാണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മകൻ ശശികുമാറിനെ നിങ്ങൾ വലയിലാക്കി. നിങ്ങൾ സ്ത്രീധനം തന്നില്ലെങ്കിലും പെൺകുട്ടി നല്ലതായിരുന്നത് കൊണ്ട് ലക്ഷ്മിയെ മരുമകളാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളുടെ ഭർത്താവ് കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞ് അതും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പണം കൊടുത്തുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ കാശ് ധാരാളമായി ചെലവാക്കി നിങ്ങൾ പേരും പെരുമയും ഉണ്ടാക്കി. അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. എന്റെ ഏട്ടൻ നിങ്ങളുടെ കാശൊന്നും മോഹിച്ചിട്ടില്ല. ഒന്ന് വെറുതെ ഇരിക്കും മോളെ. ഡെക്കറേഷൻ ഇത്ര, ഭക്ഷണത്തിന് ഇത്ര, ഹാളിന് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവന് കാശ് കൊടുത്തു. അവനത് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഒരു കണക്ക് നോക്കിയതുമില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഞങ്ങൾ അങ്ങനെ പറയൂ. എന്തുകൊണ്ടാ പറഞ്ഞുകൂടാത്തത്? സഹോദരിയുടെ കല്യാണം നിന്നൊന്നൊരു വിഷമവും ഇല്ലേ നിനക്ക്? ആദ്യത്തെ കല്യാണം കഴിഞ്ഞ ഉടനെ ഈ കല്യാണം നടത്താമെന്ന് ഞങ്ങളോട് പറഞ്ഞതല്ലേ? ഇത്രയും നല്ലൊരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നതിൽ നിങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ലെന്നാണോ? അമ്മേ, കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നിട്ട് ഇവരുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുകയാണോ? വഴക്ക് കൂടുകയല്ല മോനെ. സ്വന്തം സഹോദരിയെ കല്യാണം കഴിച്ച് അയച്ചിട്ട് കൈ കഴുകുന്ന ഇവർക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെങ്കിലേ വീട്ടിലേക്ക് വരുന്ന മരുമകളെ ജീവിതകാലം മുഴുവൻ നോക്കേണ്ടി വരുന്ന നമുക്ക് എത്ര ബുദ്ധി ഉണ്ടായിരിക്കണം? എൻ്റെ സഹോദരിമാർ എനിക്കൊരിക്കലും ഭാരമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ വെറുതെ ഒന്നും തെറ്റായിട്ട് കാണരുത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടാ ഒരു അനിയത്തി പോയി കിട്ടിയത്. ബാക്കിയുള്ളവരെയും അങ്ങനെ മറക്കില്ല എന്ന് എന്താ ഉറപ്പ്? നോക്ക്, കല്യാണം എപ്പോ നടത്താൻ പറ്റുമെന്ന് മാത്രം ചോദിക്കേ. എന്നാ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതിങ്ങനെ തോന്നിവാസം പോലെ വെറുതെ വിളിച്ചു പറയുന്നത് ശരിയല്ല. ഒരു മിനിറ്റ് അച്ഛാ, എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയുമായിട്ട് നിങ്ങളല്ലേ കല്യാണം നടത്തി തരേണ്ടേ? ഇവിടെ വന്ന് അവരെ നാണം കെടുത്താണോ വേണ്ടത്? നീ മിണ്ടാതിരിക്കടാ. ഞങ്ങൾ എത്ര നേരമായി സംസാരിക്കുന്നു. പോയ അനിയത്തിയെക്കുറിച്ച് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
കല്യാണം നടത്തേണ്ട അനിയത്തെ കുറിച്ച് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. കല്യാണം നടത്തേണ്ട ഉദ്ദേശം ഇയാൾക്കുണ്ടോ എന്ന് പോലും അറിയില്ല. ദേ നോക്ക്, നമ്മളോട് കാശ് വാങ്ങിച്ചിട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വന്നതും താമസിച്ചതിനും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കല്യാണം നടത്തുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ഇവര്? എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലോ അനിയത്തിമാരാണ് എന്റെ ജീവൻ, അവരാണ് എന്റെ ജീവിതം എന്നൊക്കെ പറയും. പക്ഷെ അവരെ കല്യാണം കഴിപ്പിച്ച് അവർക്കൊരു നല്ല ജീവിതം കൊടുക്കണമെന്ന് തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയും ഇയാൾക്കില്ല. ചേട്ടാ, ഏട്ടാ ഏട്ടാ, കുറച്ചു നേരം ഗൗതം വേണ്ട നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് വിട്. അമ്മേ, എന്റെ ജീവിതം നല്ല നിലയിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചേ. ഇങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് കരുതിയില്ല. നീ എന്തിനാ വിഷമിക്കുന്നത് മോനെ? ഈ ബന്ധം ഇല്ലെങ്കിൽ വേറൊരു ബന്ധം വരും നമുക്ക്. കൂടിപ്പോയ ഇവർക്ക് വേണ്ടി ചെലവാക്കിയ കാശ് കിട്ടാതെ പോകും, അത്രയല്ലേ ഉള്ളൂ. ലക്ഷ്മി, എന്റെ അച്ഛനും അമ്മയും എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് സംസാരിക്കുക. ഞങ്ങൾ ഈ ബന്ധം ഉപേക്ഷിച്ച് പോവുകയാണെന്ന് നീ ഒരിക്കലും വിചാരിക്കുകയോ ചെയ്യരുത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എടാ, അവളെ ചേട്ടൻ ഒന്നും പറയാതെ അങ്ങ് പോയി. ഇവരെന്താ പറയാൻ പോകുന്നത്? നമുക്ക് പോവാം. അച്ഛാ, ദയവ് ചെയ്ത് ധൃതി കാണിക്കാതെ നിൽക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ ചേട്ടനോടൊന്ന് പറയണം. 2 ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ വന്ന് കണ്ടോളാം. വാടാ ഇവിടെ. വാടാ അങ്ങോട്ട്. നിങ്ങളുടെ അനിയത്തെ നിങ്ങൾ മറന്നു, ഞങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ മറന്നോന്ന് അറിയണമല്ലോ. കല്യാണം നടത്തേണ്ട ഉദ്ദേശം ഇയാൾക്കുണ്ടോ എന്ന് പോലും അറിയില്ല. എടാ, ഗൗതം വരുന്നുണ്ട്, ഒളിപ്പിച്ചു വെക്കേ. ഏയ്, ഞാൻ എന്തിനു ഒളിക്കണം? വെള്ളം അടിക്കുന്ന ഒരുത്തനാണെങ്കിൽ ഒരു തുള്ളി പോലും മിച്ചം വെക്കാതെ ഒറ്റ ഇരിപ്പില് പല കുപ്പികൾ അടിച്ചു തീർക്കും. ഗൗതം പച്ചവെള്ളം മാത്രമല്ലേ കുടിക്കാറുള്ളൂ? അവൻ കുടിക്കുന്നല്ലടാ, നമ്മളെ കുടിക്കാൻ സമ്മതിക്കത്തില്ലടാ. എന്താടാ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ പോയിരിക്കുകയാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലല്ലോ. ഗൗതം, എന്തു പറ്റിയടാ? എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞു തുടങ്ങടാ. ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ദേ ഇവനോട് പറയണം. നിങ്ങൾ ആവശ്യമില്ലാതെ എന്തിനാണ് കുടിക്കുന്നത്? നിങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമൊക്കെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുക്കാതെ പാഴാക്കി കളയല്ലേ? ഞങ്ങളുടെ വിഷമം എന്താണെന്ന് നിനക്കറിയുമോ ഗൗതം? അതെല്ലാം മറക്കണമെന്നുണ്ടെങ്കിലേ ഒരു മരുന്ന് കൊണ്ടും സാധിക്കില്ലടാ. ദാ നോക്കിയേ, വൈൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഈ മരുന്ന് സൂപ്പറായിട്ട് വർക്കൗട്ട് ആകും. എല്ലാം മറക്കാൻ പറ്റുമെന്നേ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നീയും മറക്കും അതൊക്കെ. ഒരിക്കലും നന്നാവും പോകുന്നില്ല നീയൊക്കെ. എന്ത് തലകീഴായി സംഭവിച്ചോ എന്തോ, ഞങ്ങളെല്ലാവരും തല കുറിച്ച് നടക്കുന്ന പോലെ ആക്കി തന്നില്ലേ? നീ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് മോനെ. ലക്ഷ്മിയെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളായി എപ്പോ അയക്കാന്നാ വിചാരിക്കുന്നത്? ഗൗതം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യടാ. അവന്റെ അനിയത്തി ശ്രീദേവി അവനെ വിട്ട് പോയതിനു ശേഷം അവന്റെ മുഖത്ത് ഒരു അല്പം പോലും സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ ഒരുപാട് സഹായിച്ച അവന്റെ വിഷമം പോണമെങ്കിലേ ഒരു ഗ്ലാസ് എങ്കിലും കൊടുത്തേ പറ്റൂ അവന്. വേണ്ട എടാ, വേണ്ട. എന്താടാ? ഗൗതം കുടിക്കില്ല. നമ്മളും ശീലിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നിനക്ക് എന്താ, നീ ഒന്നും ഉണ്ടായിരിക്കേ. എടാ വേണ്ടടാ, പറയുന്ന കേൾക്ക്. എടാ വേണ്ടടാ, വേണ്ടെന്നല്ലേ പറഞ്ഞേ. എടാ പറയുന്ന കേക്കടാ. നിനക്ക് എന്താ, നീ ഒന്നും ഉണ്ടായിരിക്കേ. ഇതാണ് ശരിയായ സമയം. എന്ത് പറ്റി? ഇപ്പൊ എടുക്കണ്ട, വെള്ളം കയ്യില്. വെള്ളം ഇല്ലടാ, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. ആ, ഞാനിപ്പോ കൊണ്ടുവരാം. ഇതങ്ങോട്ട് കുടിക്ക് ഗൗതം, പിടിച്ചോ. എടാ, ഇക്കള് വരുമ്പോ ആരെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കുടിക്കോടാ. വെള്ളം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൗതം? നീ കുടിക്കേ. ഞങ്ങളെന്താ മദ്യമാണോ തരുന്നത്? ചുമ്മാ കുടി.
എന്തായി ഗൗതം, കുറവില്ലേ? ഇനി ഒരു ഗ്ലാസ് കൂടെ കൊണ്ടുവരാം. കുടിക്കേ ഗൗതം, കുടിക്കേ. ഇതിലെന്തുവാടാ കലർത്തിയത്? തലയൊക്കെ കറങ്ങുന്ന പോലെ. എടാ ഞങ്ങളൊന്നും കലക്കിയിട്ടില്ലടാ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. നിങ്ങളെനിക്ക് തന്നത് കൂൾ ഡ്രിങ്ക്സ് ആണോ? എന്താണ് എന്റെ കണ്ണൊക്കെ കറങ്ങുന്നേ? അങ്ങോട്ട് പോണം. പറടാ നീ, മഴയൊക്കെ സത്യം പറടാ. എന്താണ് എന്റെ തല ഇറങ്ങുന്നതെന്ന്? നീ വിഷമിച്ചിരിക്കുന്നത് കാണാൻ പറ്റാതെ കൂൾ ഡ്രിങ്ക്സിൽ കുറച്ച് മദ്യം ഒഴിച്ചു പോയി. ഇല്ലാതിരുന്ന ക്ഷീണഗതി ഉണ്ടാക്കി തരുവാണോളാം. എന്നെ നീയൊക്കെ കുടുക്കാറാക്കി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ? രണ്ടെണ്ണത്തിനെ കൊല്ലൂടാ ഞാനിന്ന്. എന്റെ സഹോദരി ലക്ഷ്മിയുടെ കല്യാണം മുടങ്ങിയ സങ്കടത്തിലാണ് ഞാനിവിടെ വന്നത്. മനസ്സൊക്കെ കലങ്ങിയിരിക്കുമ്പോ എനിക്ക് നീയൊക്കെ മദ്യം ഒഴിച്ചു തന്നല്ലോടാ. ശീലമില്ലാത്തവൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതായിരിക്കും ഗതി. ആരാടാ കുടിപ്പിച്ചത്? ഞാനാണ് സാറേ. ഇല്ല സാർ, ഞാനാ. ഇല്ല സാറേ, ഞാനാ സാറേ. അല്ല സാർ, ഞാനാ ശരിക്കും കൊടുത്തത്. എന്താടാ, രണ്ടുപേരും മത്സരമാണല്ലോ പറയാൻ. ചെയ്ത തെറ്റ് സമ്മതിക്കുന്നത് അത്ര വലിയ സന്തോഷമുള്ള കാര്യമാണോ? അതാണ് ഫ്രണ്ട്ഷിപ്പ് അച്ഛാ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുത്തം മറ്റൊരുത്തിന് വേണ്ടി ത്യാഗം ചെയ്യുമല്ലോ. ഞാൻ നിന്നെ ഒന്നും അറസ്റ്റ് ചെയ്യത്തില്ല. കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കുടിക്കുന്നതിലാ തെറ്റ്. തെറ്റ് പറ്റിയത് സാർ. ഞങ്ങൾ വീട്ടിലേക്ക് പോക്കോളാം. ശരി സാർ. ഗൗതം എഴുന്നേക്ക്. ഗൗതം എഴുന്നേക്ക്. ഗൗതം എഴുന്നേക്ക്. ഗൗതം എഴുന്നേക്ക്. എനിക്ക് വീട്ടിൽ പോകണ്ട. ഞാൻ വരില്ല വീട്ടിലേക്ക്. വരില്ലെന്ന് പറയുന്നവനെ എന്തിനാടാ നിർബന്ധിക്കുന്നത്? സാരമില്ല സാർ, ഞങ്ങൾ കൊണ്ടുപോക്കോളാം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്താം. നോ 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 നോ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവൻ ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കണം. നിങ്ങൾ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയാൽ പിന്നെ നിങ്ങളും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. ബോധം വരുന്നതുവരെ അവൻ ഇവിടെ ഈ തറയിൽ തന്നെ കിടക്കട്ടെ. ഇപ്പൊ നമ്മൾ എന്തു ചെയ്താലും ഇവൻ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ പറയില്ല അച്ഛാ. അവന്റെ സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുകയല്ലേ. നമുക്ക് പോവാ അച്ഛാ. എടുത്തുകൊണ്ടുപോയ ഒരു പ്രശ്നം, ഇനി എടുക്കാതെ പോയാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എടാ, നമുക്ക് ശിവാനിയോട് പറയാം. നീ വാ. നീയൊക്കെ എന്നെ കുടിപ്പിച്ചു കൊല്ലടാ പൊന്നും. അമ്മേ,
ഒരു പ്രാവശ്യം അമ്മയുടെ മരുമകളുടെയും എൻ്റെ മരുമകളുടെയും മുഖത്തേക്കും നോക്കിയേ. നമ്മൾ എന്തിനാ ചിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ മുഖം എങ്ങനെ വച്ചേക്കുന്നെന്ന് നോക്ക്. എന്താ ഗീതേ, പറയണമെന്നുണ്ടോ? നിങ്ങളൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മറ്റാരോ വിഷമിക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം. അതിന് നിങ്ങൾ കാരണമല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അത് ചെയ്തത് ഞങ്ങളല്ല അമ്മേ. ദൈവം ചില സമയങ്ങളിൽ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തി തരും. ഓഫ് കോഴ്സ് ഞങ്ങൾ എങ്ങനെയുള്ളവരാണെങ്കിലും ഞങ്ങൾക്കും ഭക്തിയൊക്കെ ഉണ്ട്. ആർക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അമ്മായി. ആർക്കോ എന്തെങ്കിലും സംഭവിച്ചിങ്ങനെ ചിരിക്കണമെങ്കിലേ ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്ന് കരുതിയോ നീയെ? നിന്റെ സ്നേഹമുള്ള ചേട്ടനെ ഓർത്താ ശ്രീദേവി. എന്റെ ഏട്ടൻ എന്താ സംഭവിച്ചേ? എന്ത് പറ്റി ദേവേട്ട? പറയ് പ്ലീസ് ദേവേട്ട, പറയ് എന്താ എന്റെ ഏട്ടന് സംഭവിച്ചേ? ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല ശ്രീദേവി. ആരും അവനെ ഉപദ്രവിച്ചിട്ടുമില്ല, അവന് ഹാർട്ട് അറ്റാക്കും വന്നിട്ടില്ല. പിന്നെന്താടാ പറ്റിയത്? ഒന്ന് വീണു. എവിടെ വീണെന്ന്? എന്താ പറ്റിയത്? ഒന്ന് മനസ്സിലാവുന്ന പോലെ പറയൂ. പേടി കൊണ്ട് എന്റെ ഹൃദയം തന്നെ നിന്ന പോലെ തോന്നുന്നു. ഏയ് ഗീതേ, ദേ നോക്ക്. ഈ പെരുവിരല് നേരെ നിർത്തിയിട്ട് വായേല് വെച്ച് ദാ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ഇതൊക്കെ കണ്ടിട്ട് വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അവർക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ല മുത്തശ്ശി. നല്ല മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ദയവ് ചെയ്ത് എന്റെ ഏട്ടൻ എന്താ സംഭവിച്ചെന്ന് പറയാവോ? പറയണോ അതോ വേണ്ടയോ? വേണ്ടടാ. ആംഗ്യം കാണിച്ചിട്ട് പോലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യമേ ഉള്ളത്? എന്തിനാ ഇങ്ങനെ അപേക്ഷിക്കാൻ ഇടവരുത്തുന്നത്? അവന്റെ അമ്മായിയായ എനിക്ക് തന്നെ ഇത്രയും വിഷമം ഉണ്ടാവുമ്പോ കൂടെ പിറന്നവൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും? ഈ തള്ളവിരല് കാണിച്ച് ഇങ്ങനെ താഴെ മേലെ, താഴെ മേലെ ഇങ്ങനെ കാണിച്ചാൽ എന്താ അർത്ഥം? ഇവളുടെ ചേട്ടൻ മൂക്കറ്റം കുടിച്ച് വീണ് കിടക്കുന്നു എന്നർത്ഥം. ഗൗതം മദ്യപിച്ചെന്നോ? എന്ത് പറ്റിയോ എന്തോ പാവത്തിന്. ശ്രീരാമനെ പോലെ നല്ലവനാണെന്ന് എല്ലാവരും പുകഴ്ത്തിയതുകൊണ്ട് ആ സന്തോഷത്തിൽ മതിമറന്ന് പെട്ടെന്ന് അവിടെ നിന്ന് മദ്യക്കുപ്പി എടുത്തങ്ങ് കുടിച്ചാണെന്ന് തോന്നുന്നു. ഇപ്പൊ ബോധം പോലും ഇല്ലാതെ കിടക്കേ അവിടെ. അവനിപ്പോ എവിടെയാ ഉള്ളത്? ആ ഹോട്ടലിലേക്ക് പോകുന്ന വഴി കിടപ്പുണ്ട്. ഏട്ടാ, അമ്മായി ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് വരാം. ഏയ്, ഡാ, അവൾ പോകുന്ന കണ്ടില്ലേ? എന്തു ചെയ്യാനാ പറയുന്നത് അമ്മേ? എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അവൾ അവളുടെ ചേട്ടന്റെ അടുത്ത് പോയി പാവിട്ട് കരഞ്ഞ് കാലിൽ വീണ് ചേട്ടനാണ് എന്റെ ദൈവം, ചേട്ടനാണ് എന്റെ ജീവനെന്നും പറഞ്ഞ് നിലവിളി കൂട്ടിയാലുണ്ടല്ലോ, അവൻ കുടിച്ച് കെട്ടിറങ്ങി അനിയത്തിന്നും പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചാ പിന്നെ ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരുവേടാ. അവരെ രണ്ടുപേരെയും ഒരുമിക്കാൻ സമ്മതിക്കരുത്. അവളെ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് വാ. വന്നില്ലെങ്കിൽ മുട്ടിപ്പിടിച്ച് വലിച്ചു കൊണ്ടുവാ. ശരി മുത്തശ്ശി. പോ. ചേട്ടാ, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചേട്ടൻ ഇറങ്ങി പോകുമ്പോ നമ്മളിൽ ആരെങ്കിലും ഒരാള് പുറകെ പോവേണ്ടതായിരുന്നു. ശശികുമാർ സാറിന്റെ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഏട്ടൻ ഒരുപാട് വിഷമിച്ച് അവിടുന്ന് പോയി. ഏട്ടന് കുറച്ചു നേരം തനിയെ വിടുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. മനസ്സ് ശരിയില്ലെങ്കിൽ ഞങ്ങളോടായിരുന്നു സംസാരിക്കാറ്. പക്ഷെ ഇപ്പൊ ഒന്നും പറയാതെ എങ്ങോട്ടാ പോയെന്നറിയില്ല. ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഫോൺ ചെയ്ത് നോക്ക് ചേച്ചി. ചെയ്തു നോക്കി, പക്ഷെ എടുക്കുന്നില്ല. നന്ദുവിനോട് ചോദിച്ചായിരുന്നോ?
അവിടെയോ ഇല്ലെന്നാ പറഞ്ഞത്. പിന്നെ ചേട്ടൻ വേറെ എവിടെയായിരിക്കും പോയത്? എന്തെങ്കിലും ജോലിക്ക് പോയതാണെങ്കിൽ ലക്ഷ്മി ചേച്ചിയെ വിളിച്ചിട്ട് നേരത്തെ പറയില്ലായിരുന്നോ? ഇല്ല, ഏട്ടന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എങ്ങോട്ടാ പോയതെന്ന് തന്നെ അറിയില്ല. വീട്ടിലേക്ക് വരാതെ എങ്ങോട്ടാ പോയതെന്ന് ആലോചിച്ച് നല്ല പേടിയുണ്ട്. ശിവാനി, ശിവാനി, ശിവാനി. എന്താ നിങ്ങൾ ഇവിടെ? നിങ്ങൾ ഗൗതമിനെ കാത്തിരിക്കുന്നു അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. എന്തു പറ്റി? മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുക.